ഹായ് എവ്രി വൺ. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കറിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എയർ സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ? ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ ദ ഇലക്ട്രിക്കൽ ഡിവൈസ് ഓർ എക്യുപ്മെൻറ്റ് വിച്ച് മേക്സ് ഓർ ബ്രേക്ക് ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ അതിനെ ബ്രേക്ക് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. എ ലോ റേറ്റഡ് സിംഗിൾ പോൾ സ്വിച്ച് ക്യാൻ യൂസ് ടു ബ്രേക്ക് ഓർ മേക്ക് ദ സർക്യൂട്ട് ഇൻ കേസ് ഓഫ് എ സിംഗിൾ ഫേസ് സിസ്റ്റം. ഇപ്പം നമ്മളൊരു 240 വോൾട്ട് AC സിംഗിൾ ഫേസ് സിസ്റ്റമാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ലോ റേറ്റഡിലുള്ള സിംഗിൾ പോൾ സ്വിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് ദി ഹെവി ലോഡ്സ്, ഇപ്പോൾ സിംഗിൾ ഫേസ് ലോഡ്സിലാണെങ്കിൽ അവിടെ കറണ്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ മേക്ക് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വലിയ ഇഷ്യൂസ് വരുന്നില്ല. ഇൻ കേസ് ഓഫ് ദി ഹെവി ലോഡ്സ്, നമ്മൾ ഹെവി ലോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സം ഹൺഡ്രഡ്സ് ഓഫ് ആംബിയേഴ്സ് ആർ ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ടിനകത്ത് ഹൈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ദ റിസൾട്ടൻറ്റ് സ്പാർക്ക് അറ്റ് ദ കോണ്ടാക്ട്സ് ആർ ഹെവി ആൻഡ് ദാറ്റ്സ് ലീഡ് ടു ഇലക്ട്രിക്കൽ ഫയർ. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോണ്ടാക്ട്സിൽ വരുന്നത് റിസൾട്ടിൻ്റെ ഒരു ഹൈ സ്പാർക്ക് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു ഹെവിയാണ്. ആൻഡ് ദിസ് ലീഡ്സ് ടു ഇലക്ട്രിക് ഫയർ. അത് ഇലക്ട്രിക് ഫയറിന് കാരണമാവാനും സാധ്യതയുണ്ട്. To overcome this problem, the sparks at the contacts are to be controlled or quenched when any load makes or breaks. ഇപ്പം ഈ പ്രോബ്ലം, ആ ഒരു ഇലക്ട്രിക് ഫയറിലേക്ക് നയിക്കുന്ന പ്രോബ്ലം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാകുന്ന കോണ്ടാക്ട്സിൽ ഉണ്ടാകുന്ന സ്പാർക്കിന് നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്യണം, അതിന് ശമിച്ച് കളയണം, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യണം. വെൻ എനി ലോഡ് മേക്സ് ഓർ ബ്രേക്സ്, ലോഡ് മേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആർക്കിന് അല്ലെങ്കിൽ ആ ഒരു സ്പാർക്കിന് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ദ എക്യുപ്മെൻറ്റ് ഓർ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് അണ്ടർ കൺട്രോൾ അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രിവെൻറ്റ്സ് ഓർ ക്വഞ്ചിങ് ദ റിസൾട്ടൻറ്റ് ഫയർ ഈസ് കോൾഡ് ആസ് എ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന സർക്യൂട്ടിന് നമ്മൾ സർക്യൂട്ടിൽ വരുന്ന സ്പാർക്കിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത് സർക്യൂട്ട് ബ്രേക്കർ. അവിടെ ഉണ്ടാവുന്ന സ്പാർക്കിനെ കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാവുന്ന ഫയറിന്, ഇലക്ട്രിക് ഫയറിന് കാരണമാവുന്ന സ്പാർക്കിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്യുക ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾഡ് മെക്കാനിസം വെച്ച് ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടാണ് എന്ത്? സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. നമ്മൾ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനോ മേക്ക് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. The breakers are named after the quenching medium used to control the fire. ഫയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വെഞ്ചിങ് മീഡിയത്തിനനുസരിച്ചാണ് ആ ബ്രേക്കറിനെ പലതാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മീഡിയം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആ ക്വെഞ്ചിങ് മീഡിയം, ആ ഒരു കോണ്ടാക്ട്സിനിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ അതിനെ എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും, ഓയിൽ ആണെങ്കിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും, വാക്വം ആണെങ്കിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. പിന്നെ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6ൻ്റെ സർക്യൂട്ട് ബ്രേക്കറും യൂസ് ചെയ്യണം. അങ്ങനെ 4 ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എയർ സർക്യൂട്ട് ബ്രേക്കർ. എ സർക്യൂട്ട് ബ്രേക്കർ വിച്ച് യൂസസ് ദ ഐദർ നാച്ചുറൽ എയർ ഓർ ബ്ലാസ്റ്റ് എയർ ആസ് എ ക്വെഞ്ചിങ് മീഡിയം, ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ഈസ് ടേംഡ് ആസ് ദ എയർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മൾ പറഞ്ഞു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്ക് ക്വെഞ്ചിങ് മീഡിയം, ആർക്കിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം അത് എയർ, നാച്ചുറലായിട്ടുള്ള എയർ, അതല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിനകത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്ത് കയറ്റുന്ന എയർ, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയും? എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. Air circuit breaker is widely used up to 15 kilovolt in place of the oil circuit breaker because there is no chance of the fire due to the quenching oil as in the case of the oil circuit breaker. ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഓയിലാണ് ക്വെഞ്ചിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലൊരു കണ്ടീഷൻ ഇവിടെ എയർ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 kilovolt വരെയുള്ള സ്ഥലങ്ങളിൽ ഏത് യൂസ് ചെയ്യാറുണ്ട്? എയർ സർക്യൂട്ട് ബ്രേക്കറിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന് പകരം യൂസ് ചെയ്യാറുണ്ട്. widely used in industries as well as a power system for controlling and protection of the different section of the circuits.
like transformer, motor, generator, alternator, etc. and leaves the system stable and reliable. അതായത് പവർ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഇൻഡസ്ട്രീസിൽ അതുപോലെ പവർ സിസ്റ്റത്തിൻ്റെ അകത്തും ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് എ സർക്യൂട്ട്, ട്രാൻസ്ഫോമർ, മോട്ടർ, ജനറേറ്റർ, ആൾട്ടർനേറ്റർ പോലെയുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സർക്യൂട്ടിന് നമ്മൾ കൺട്രോൾ ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത് എയർ സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മൾ വൈഡായിട്ട് ഇങ്ങനത്തെ ഏരിയകളിൽ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇറ്റ് ലീഡ്സ് ലൈക്ക് സിസ്റ്റം സ്റ്റേബിൾ ആൻഡ് റിലയബിൾ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിന് സ്റ്റേബിൾ ആവും അതുപോലെ റിലയബിൾ ആയിട്ടും സൂക്ഷിക്കാൻ സാധിക്കും. അതർ കമ്പണൻസ് ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കർ ഒറ്റയ്ക്കല്ല വെക്കാറുള്ളത്, സർക്യൂട്ട് ബ്രേക്കറിനോട് കൂടിയിട്ട് ഫ്യൂസ്, റിലേ, സ്വിച്ചസ് ഇതുപോലെയുള്ള കമ്പണൻസും കൂടെ അസോസിയേറ്റഡ് ആയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുള്ളത്. നമുക്കറിയാം ഒരു റിലേ ആദ്യം വർക്ക് ചെയ്തു, ആ റിലേയിൽ നിന്ന് പോകുന്ന സിഗ്നൽ അല്ലെങ്കിൽ കമാൻഡ്സിനനുസരിച്ചാണ് സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യാറുള്ളത്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എൻ എയർ സർക്യൂട്ട് ബ്രേക്കർ. ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ എക്സ്റ്റേണൽ ലെവൽസ് അതിൻ്റെ എക്സ്റ്റേണൽ കൺസ്ട്രക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ആ ഒരു റെഡ് കളറിൽ 0 എന്ന് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഓഫ് ബട്ടണാണ്. തൊട്ടടുത്തായിട്ട് 2, 1 എന്ന് കാണിച്ചിട്ട് ഓൺ ബട്ടൺ ഉണ്ട്. ദെൻ 3 മെയിൻ കോണ്ടാക്റ്റ് പൊസിഷൻ ഇൻഡിക്കേറ്റർ. മെയിൻ കോണ്ടാക്റ്റിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ 3 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ 4th വൺ എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് മെക്കാനിസം സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. എനർജി സ്റ്റോറേജ് മെക്കാനിസത്തിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാനുള്ളതാണ് 4th വൺ. ദെൻ 5th വൺ റീസെറ്റ് ബട്ടൺ. 5th വൺ ആയിട്ട് നമ്മളിവിടെ റീസെറ്റ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സർക്യൂട്ട് ബ്രേക്കറിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ 6th LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ദെൻ കൺട്രോളർ 7th വൺ കൺട്രോളറാണ്. 8th എന്ന് പറയുന്നത് കണക്ഷൻ, ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ, ലാച്ചിങ് ഓർ ലോക്കിംഗ് മെക്കാനിസം. അതുപോലെ കണക്ഷന്, ടെസ്റ്റ്, ഐസൊലേറ്റഡ് പോലത്തെ പൊസിഷനൊക്കെ ലാച്ചിങ് അല്ലെങ്കിൽ ലോക്കിംഗ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 9th വൺ എന്ന് പറയുന്നത് യൂസർ പാഡ്ലോക്ക്. 10th വൺ കണക്ഷൻ, ടെസ്റ്റ് ആൻഡ് ഐസൊലേഷൻ പൊസിഷൻ ഇൻഡിക്കേഷൻ. ഐസൊലേഷൻ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതിനെയാണ് 10th പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ 11th വൺ കണക്ഷൻ, ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ ഇൻഡിക്കേഷൻ കോണ്ടാക്ട്സ്. 8th വൺ അതിൻ്റെ ലോക്കിംഗ് ആണ്, ലാച്ചിങ് ഓർ ലോക്കിംഗ് മെക്കാനിസം. 10th വൺ എന്ന് പറയുന്നത് കണക്ഷൻ ആൻഡ് ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ്റെ ഇൻഡിക്കേഷനാണ്. അത് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഇൻഡിക്കേഷൻസ് ആണ്. 11th വൺ എന്ന് പറയുമ്പോൾ 11th ലീഡ് കാണിക്കുന്നത് അതിൻ്റെ കോണ്ടാക്ട്സ് ആണ്. ദെൻ 12th പറയുന്നത് നെയിം പ്ലേറ്റ്. റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് നെയിം പ്ലേറ്റ് കാണാം. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നെയിം പ്ലേറ്റ് കാണാം. ദെൻ 13 ഡിജിറ്റൽ ഡിസ്പ്ലേ. 13 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രീൻ കാണിക്കുന്നുണ്ട്, അവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടാവും. ദെൻ എനർജി സ്റ്റോറേജ് ഹാൻഡിൽ. 14th വൺ എനർജി സ്റ്റോറേജ് ഹാൻഡിലാണ്. ദെൻ 15 ഡ്രോ ഔട്ട് ഓർ ഇൻ. ഡ്രോ ഔട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ അതുപോലെ പുറത്തേക്ക് എടുക്കാനുള്ള ഹോൾ. ഡ്രോ ഔട്ട് ഓർ ഇൻ ഹോളാണ് 15th വൺ എന്ന് പറയുന്നത്. താഴെയായിട്ട് 15th വൺ. ദെൻ റോക്കർ റിപ്പോസിറ്ററി. ദെൻ 17th വൺ ട്രിപ്പ് റീസെറ്റ് ബട്ടൺ. ട്രിപ്പ് റീസെറ്റ് ബട്ടണായിട്ട് 17th വൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ. എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷനാണ്. ഫസ്റ്റ് വൺ ഷീറ്റ് സ്റ്റീൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്. 1 എന്ന് പറയുന്നത് ഷീറ്റ് സ്റ്റീൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ്. ദെൻ 2 എന്ന് പറയുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ ഫോർ പ്രൊട്ടക്ഷൻ ട്രിപ്പ് യൂണിറ്റ്. പ്രൊട്ടക്ഷൻ ട്രിപ്പ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. 3rd പോൾ ഗ്രൂപ്പ് ഇൻസുലേറ്റിംഗ് ബോക്സ്. 4th ഹൊറിസോണ്ടൽ റെയർ ടെർമിനൽസ്. Then 5th one plate for fixed main contacts. 6th one plates for fixed arcing contacts. 6th plates for main moving contacts. അതുപോലെ തന്നെ plates for moving arcing contacts ഉണ്ട്. 9th one arcing chamber ആണ്. 10th one terminal box for fixed version. Sliding contacts for withdrawable version. Then 11th one protection trip unit. 12th one circuit breaker closing and opening control. 13 closing springs. 14 spring loading arrangement. 15 manual releasing lever. The principle of operation of air circuit breaker. Air circuit breaker and the principle of operation എന്താണെന്ന് നോക്കാം. When the circuit breaker opens the circuit either under the normal condition or in the fault condition, arc will be produced between the main contacts. നമ്മളൊരു സർക്യൂട്ട് ബ്രേക്കർ ഒരു ഫോൾട്ട് കണ്ടീഷൻ വന്നു, റിലേ സെൻസ് ചെയ്തു, അതിന് സിഗ്നൽ സർക്യൂട്ട് ബ്രേക്കറിനകത്തേക്ക് കൊടുത്തു, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്തു.
അത് നോർമൽ കണ്ടീഷനിലായിരിക്കട്ടെ അല്ലെങ്കിൽ ഫോൾട്ട് കണ്ടീഷനിലായിരിക്കട്ടെ, ഏതായാലും കറണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന രണ്ട് കോണ്ടാക്ട്സ് പെട്ടെന്ന് വെച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനിടയ്ക്ക് ആ മെയിൻ കോണ്ടാക്ട്സിനിടയ്ക്ക് ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പെട്ടെന്ന് വെച്ചിട്ട് അവിടെ ഇൻട്രപ്റ്റ് ചെയ്യാണ് കറണ്ടിനെ. സോ അവിടെ എന്തുണ്ടാവും? ഒരു ആർക്ക്. അത് കറണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററിലി ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാത്താണ് ഈ ആർക്ക്. ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. സം കറണ്ട് ഫ്ലോസ് ടു ദ ലോഡ് കോൾഡ് ട്രാൻസിഷൻ കറണ്ട് ത്രൂ ദ ആർക്ക്. ഈ സമയത്ത് എന്ത് ചെയ്യും? അവിടെ അതിൻ്റെ ക്ലോസ്ഡ് കോണ്ടാക്റ്റ് പോയെങ്കിൽ പോലും ആ ആർക്കിലൂടെ കുറച്ച് കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അതിനാണ് നമ്മൾ ട്രാൻസിഷൻ കറണ്ട് എന്ന് പറയുന്നത്. ദിസ് ആർക്ക് ആൻഡ് ദ കറണ്ട് ഷുഡ് ബി സപ്രസ്ഡ് ഓർ എലിമിനേറ്റഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഫോൾട്ട് കണ്ടീഷൻ. നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഫോൾട്ട് കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ടിനെ, ആ ആർക്കിലൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സപ്രസ് ചെയ്യണം, അതിനെ കുറയ്ക്കണം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. Otherwise, the severity of the fault level will be more and damages the circuit when leads to the electric fire. ഫോൾട്ട് ഉണ്ടായ കേസിൽ ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു കറണ്ട് ക്ലോസ്ഡ് കറണ്ടിൻ്റെ ആ ക്ലോസ്ഡ് പാത്തിനെ ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് സർക്യൂട്ടിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആർക്കിലൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൾട്ട് ലെവലിൻ്റെ സിവിയറിറ്റി ശരിക്കും കൂടുകയുള്ളൂ. കാരണം ഈ ആർക്ക് കാരണം അവിടെ ഇലക്ട്രിക് ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ എക്യുപ്മെൻറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസും ഉണ്ട്. During the period of arc, some voltage appears across the main contacts is called as a transition voltage. അപ്പോൾ ഇതുപോലൊരു ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ ഒരു കറണ്ടും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മെയിൻ കോണ്ടാക്ട്സിനൊക്കെ. ഒരു കോണ്ടാക്റ്റ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കോണ്ടാക്റ്റ് വിട്ട് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രാൻസിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ആ ചേഞ്ച് വരുന്ന ട്രാൻസിഷൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വോൾട്ടേജാണ് ട്രാൻസിഷൻ വോൾട്ടേജ്. which will be more than the rated system or supply voltage. സാധാരണഗതിയിലുള്ള സിസ്റ്റത്തിൻ്റെ റേറ്റഡ് സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും ഈ ട്രാൻസിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ നോർമലി അതെന്തായിരിക്കും? സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ടു ക്വെഞ്ച് ദ ആർക്ക്, ഈ ആർക്കിന് നമ്മൾ ക്വെഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ട്രാൻസിഷൻ വോൾട്ടേജ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഈ ട്രാൻസിഷൻ വോൾട്ടേജിന് നമ്മൾ കുറച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജ് ടു ബി ഇൻക്രീസ്ഡ്, ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണം. ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർക്കിലൂടെയുള്ള കറണ്ട് ഡിക്രീസ് ചെയ്യും. ആർക്കിലൂടെയുള്ള കറണ്ട് ഡിക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫംഗ്ഷനിങ് ശരിക്കും നടക്കുകയുള്ളൂ. അതായത് ആ ആർക്കിനെ ഇല്ലാതാക്കണമെങ്കിൽ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് ആർക്കിലൂടെയുള്ള കറണ്ടിനെ കുറയ്ക്കണം. അതായത് ട്രാൻസിഷൻ വോൾട്ടേജ്, അവിടെ ഉണ്ടാകുന്ന ട്രാൻസിഷൻ വോൾട്ടേജിനെ കുറച്ച് കൊടുക്കണം. ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക്. സോ ആ ആർക്കിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആർക്ക് വോൾട്ടേജിനെ കൂട്ടിക്കൊടുത്തിട്ട് ട്രാൻസിഷൻ വോൾട്ടേജിനെ കുറച്ച് കൊടുത്ത് ആർക്കിലൂടെയുള്ള കറണ്ടിനെ കുറയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട മിനിമം വോൾട്ടേജാണ് ആർക്ക് വോൾട്ടേജ്. ഇൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ദ ആർക്ക് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ഫോളോയിങ് 3 ways. ഈ ആർക്ക് വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി എയർ സർക്യൂട്ട് ബ്രേക്കറിൽ 3 ഡിഫറെൻറ്റ് വേസാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ കൂളിംഗ് ആർക്ക് പ്ലാസ്മ ബൈ എയർ. ആർക്കിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ആർക്ക് പ്ലാസ്മയെ നമ്മൾ എന്ത് ചെയ്യുക? എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യുക. ദി ടെമ്പറേച്ചർ ഓഫ് ദി ആർക്ക് പ്ലാസ്മ ഈസ് റെഡ്യൂസ്ഡ്, മോർ വോൾട്ടേജ് വിൽ ബി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക്. അപ്പോൾ ആ ആർക്കിൻ്റെ പ്ലാസ്മേൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് മോർ വോൾട്ടേജ് വിൽ ബി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോർ വോൾട്ടേജ് ആവശ്യമായിട്ട് വരും. ബൈ സ്പ്ലിറ്റിംഗ് ദ ആർക്ക് ഇൻ ടു നമ്പർ ഓഫ് സീരീസ്. അടുത്ത ഒന്നുള്ളത് ഒരു ആർക്ക് ട്യൂട്ട് ഉപയോഗിച്ചിട്ട് ആർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഒരൊറ്റ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്സ് ഉള്ള കുറേ ആർക്കായിട്ട് സീരീസ് ആയിട്ടുള്ള കുറേ ആർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? അതിന് ഇൻ എഫക്റ്റ് വരുന്ന ഓരോ ആർക്കിൻ്റെയും സെപ്പറേറ്റ് വോൾട്ടേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് സീരീസ് ഓഫ് ആർക്സ് ഇൻ ആർക്ക് ചൂട്ടിൽ സീരീസ് ഓഫ് ആർക്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആർക്ക് ചൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു അറേഞ്ച്മെൻറ്റാണ് ആർക്ക് ചൂട്ട്. ഇത് ഇൻക്രീസസ് ദി ആർക്ക് വോൾട്ടേജ്. ദ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ലെങ്തനിങ് ദി ആർക്ക് പാത്ത്. ആർക്കിൻ്റെ പാത്ത് ലെങ്തൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കിൻ്റെ പാത്തിൻ്റെ നീളം കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആസ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക് പാത്ത് ഈസ് ഇൻക്രീസ്ഡ്, റെസിസ്റ്റൻസ് ഓഫ് ദി ആർക്ക് പാത്ത് വിൽ ഇൻക്രീസ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഈക്വൽ ടു
പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ആ ഒരു ലെങ്ത്, ആ പാത്തിൻ്റെ ലെങ്ത്തിന് പ്രപ്പോർഷണലാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ലെങ്ത്ത് കൂട്ടിക്കഴിയുമ്പം റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പം നോർമലി അവിടുത്തെ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. സം എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് കണ്ടെയ്ൻസ് 2 pairs ഓഫ് കോണ്ടാക്ട്സ്. സാധാരണഗതിയിൽ ചില എയർ സർക്യൂട്ട് ബ്രേക്കറിൽ 2 പെയർ ഓഫ് കോണ്ടാക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു മെയിൻ കോണ്ടാക്ട് പെയറും പിന്നെ അതുപോലെ ഒരു ഓക്സിലറി കോണ്ടാക്ട് പെയറും യൂസ് ചെയ്യാറുണ്ട്. ദ മെയിൻ പെയർ ക്യാരീസ് ദ കറണ്ട് ആൻഡ് മെയ്ഡ് ഓഫ് കോപ്പർ. മെയിൻ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. അതിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യണതും. അഡീഷണൽ പെയർ ഓഫ് കോണ്ടാക്റ്റ്, ആർക്ക് കോണ്ടാക്റ്റ് എന്നാണ് അഡീഷണൽ പെയറിനെ പറയുക. അഡീഷണൽ പെയറിനെ പറയുന്നത് ആർക്ക് കോണ്ടാക്റ്റ് ആണ്, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് കാർബൺ. മെയിൻ കോണ്ടാക്റ്റ് കോപ്പർ കൊണ്ടും അഡീഷണൽ കോണ്ടാക്റ്റ് കാർബൺ കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെൻ ദ ബ്രേക്കർ ഈസ് ഓപ്പൺഡ് ദ മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺസ് ഫസ്റ്റ്. ബ്രേക്കർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം ഏതാണ് ഓപ്പൺ ആവുന്നത്? മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും. ദെൻ ദി ആർക്ക് കോണ്ടാക്റ്റ് റിമെയിൻസ് ഇൻ ടച്ച്. അപ്പോഴെന്ത് ചെയ്യുന്നുണ്ടാവും? ആർക്ക് കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ദ ആർക്കിംഗ് ഗെറ്റ്സ് ഇനീഷ്യേറ്റഡ് വെൻ ആർക്ക് കോണ്ടാക്ട്സ് ആർ സെപ്പറേറ്റഡ്. ബ്രേക്കർ ഓപ്പൺ ആവുന്നത് മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ആവുന്നതോടുകൂടി. ആ സമയത്ത് ആർക്ക് കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ആർക്ക് കോണ്ടാക്റ്റും കൂടി സെപ്പറേറ്റഡ് ആകുമ്പോഴാണ് ആർക്കിങ് ഇനീഷ്യേറ്റ് ചെയ്യണത്. ഹെൻസ് ദ ട്രാൻസിഷൻ വോൾട്ടേജ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും? ട്രാൻസിഷൻ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. Then applications and uses of the air circuit breaker. Air circuit breakerൻ്റെ ആപ്ലിക്കേഷൻസും യൂസസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പ്ലാന്റ്സ്. പവർ പ്ലാന്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കോമൺ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇലക്ട്രിക്കൽ മെഷീൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ്ഡ് ഇൻ ദ ഇലക്ട്രിസിറ്റി ഷെയറിംഗ് സിസ്റ്റം അപ് ടു 15 kV. 15 kV വരെയുള്ള ഇലക്ട്രിക്കൽ ഷെയറിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യും. ഓൾസോ യൂസ്ഡ് ഇൻ ലോ ആസ് വെൽ ആസ് ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആപ്ലിക്കേഷൻസ്. ലോയിലും അതുപോലെ ഹൈ വോൾട്ടേജും ഹൈ വോൾട്ടേജ്, ലോ ആൻഡ് ഹൈ വോൾട്ടേജിലും അതുപോലെ കറണ്ട് ആപ്ലിക്കേഷൻസിനകത്തും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ ആൻഡ് ജനറേറ്റർ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് തന്നെ 2 എണ്ണം പറയുന്നുണ്ട്, 2 ടൈപ്പ്. എയർ സർക്യൂട്ട് ബ്രേക്കറിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറും അതുപോലെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറും എന്നും യൂസ് ചെയ്യാറുണ്ട്. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പം എ ചാമ്പർ ഈസ് ഫിറ്റഡ് സറൗണ്ടിങ് ദി കോണ്ടാക്റ്റ്. അതായത് കോണ്ടാക്റ്റിനെ ചുറ്റിപ്പറ്റിയും കൊണ്ട് കോണ്ടാക്റ്റിൻ്റെ ചുറ്റിലുമായിട്ടൊരു ചാമ്പർ ഫിക്സ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആർക്ക് ഷൂട്ട് എന്ന് പറയുന്നത്. ദ ആർക്ക് ഷൂട്ട് വിൽ ഹെൽപ്പ് ഇൻ അച്ചീവിങ് കൂളിംഗ് മെയ്ഡ് ഫ്രം സം റിഫ്രാക്ടറി മെറ്റീരിയൽ. ചില റിഫ്രാക്ടറി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് ഷൂട്ട് ആർക്കിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ആർക്ക് ഷൂട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്മോൾ കമ്പാർട്ട്മെൻറ്റ്സ്. കുറേ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ആർക്ക് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് കുറേ സ്മോൾ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. ബൈ യൂസിങ് മെറ്റാലിക് സെപ്പറേഷൻ പ്ലേറ്റ്സ്. മെറ്റാലിക് സെപ്പറേഷൻ പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആർക്ക് സ്പ്ലിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കാറുള്ളത്. ബിഹേവ് ആസ് എ മിനി ആർക്ക് ഷൂട്ട്. ഓരോന്നും എന്ത് ചെയ്യും? ഒരു മിനി ആർക്ക് ഷൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനീഷ്യൽ ആർക്സ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു സീരീസ് ഓഫ് ആർക്സ്. ഓരോ ആർക്കിനെ എന്ത് ചെയ്യും? കുറേ സീരീസ് ഓഫ് ആർക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് മേക്ക് ദ ആർക്ക് വോൾട്ടേജസ് ഹയർ ദാൻ ദി സിസ്റ്റം വോൾട്ടേജ്. അപ്പോൾ ആർക്ക് വോൾട്ടേജ് എന്ത് ചെയ്യും? നോർമലി സീരീസ് ആയിട്ട് കുറേ ആർക്കുകൾ വരുന്ന സമയത്ത് സിസ്റ്റം വോൾട്ടേജിനേക്കാളും ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യും. യൂസ്ഡ് ഇൻ ദ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളതാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗർ. മേലെ ആർക്ക് ഷൂട്ട്, ആർക്ക് സ്പ്ലിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് താഴെ നമ്മൾ ബ്ലോ ചെയ്ത് കൊടുക്കുന്ന എയറിന് മേലെ കുഞ്ഞു കുഞ്ഞു പാർട്സിലൂടെ, അതായത് ഓരോ ആർക്ക് സ്പ്ലിറ്റേഴ്സിലൂടെയും ഇടയ്ക്കൂടെ ആർക്ക് ഷൂട്ടിലൂടെ എയർ കടന്നു പോകും. ACB വിച്ച് യൂസസ് ദ ഹൈ പ്രഷർ എയർ ആസ് എൻ ആർക്ക് quenching മീഡിയം. ഇവിടെ ആർക്ക് quenching മീഡിയം ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ഏതാണ്? ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നമ്മൾ കടത്തിവിടുന്ന എയറാണ്. എയർ ബ്ലാസ്റ്റ്, നമ്മൾ ഫോഴ്സിൽ ഹൈ പ്രഷറിൽ നമ്മൾ കടത്തിവിടുന്ന എയറാണ് ഇവിടെ ആർക്ക് quenching മീഡിയം ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. നമ്മൾ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ലോ വോൾട്ടേജിലും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഹൈ വോൾട്ടേജിൽ യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. വീണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 കാറ്റഗറി ആക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന എയർ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആക്സിയൽ ആണെങ്കിൽ ആക്സിയൽ ബ്ലാസ്റ്റ്, ക്രോസ് ബ്ലാസ്റ്റ്, ദെൻ റേഡിയൽ ബ്ലാസ്റ്റ്. നമ്മൾ എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പം എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ്ഡ് വെൻ ദ ഫ്രീക്വൻറ്റ് ഓപ്പറേഷൻ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദ ലെസ്സർ ആർക്ക് എനർജി. ആർക്ക് എനർജി കുറവായതുകൊണ്ട് തന്നെ ഫ്രീക്വൻറ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കേസിലാണ് നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുള്ളത്.
ദെൻ റിസ്ക് ഓഫ് ഫയർ ഡ്യൂ ടു ഓയിൽ ഈസ് എലിമിനേറ്റഡ് ഇൻ ദ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഓയിലാണെങ്കിൽ ഫയറിനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഈ സ്പാർക്ക് ഉണ്ടാകുന്നത് ഓയിൽ മീഡിയത്തിലാണെങ്കിൽ ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നം എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനകത്ത് വരുന്നില്ല. ആർക്ക് quenching ഈസ് മച്ച് ഫാസ്റ്റർ. ആർക്ക് quenching ഒന്നും കൂടെ ഫാസ്റ്ററാണ്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് സ്മോൾ ഇൻ സൈസ് ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് ആർക്ക് quenching. ഫാസ്റ്റ് ആർക്ക് quenching വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, സൈസ് വളരെ കുറവാണ്. ഡ്യൂറേഷൻ ഓഫ് ആർക്ക് ഈസ് സെയിം ഫോർ ഓൾ വാല്യൂസ് ഓഫ് കറണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസ് ഓഫ് കറണ്ടിനും ആർക്ക് ഡ്യൂറേഷൻ സെയിം ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് മച്ച് ഹയർ. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് കൂടുതലാണ്. സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ ഈസ് ഹൈ ബിക്കോസ് ഓഫ് ദ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. കുറച്ചും കൂടെ സ്റ്റേബിൾ ഓപ്പറേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലെസ് മെയിൻ്റനൻസേ അവിടെ ആവശ്യമുള്ളൂ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴോ, അഡീഷണൽ എയർ സപ്ലൈ പ്ലാന്റ് റിക്വയേഴ്സ്. ഈ എയർ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അഡീഷണൽ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ട്. ഓൾ ടുഗെദർ അതിന് മെയിൻ്റനൻസ് കുറവാണെങ്കിൽ പോലും അതിന് ഈ എയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അഡീഷണൽ സപ്ലൈ പ്ലാന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെയൊക്കെ മെയിൻ്റനൻസ് അഡീഷണൽ ആയിട്ട് ആവശ്യം വരും. ഹൈ കപ്പാസിറ്റിയിലുള്ള എയർ കംപ്രസർ ആവശ്യം വരും എയർ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എയർ ലീക്കേജ്, ഹൈ പ്രഷറിലുള്ള എയർ ലീക്കേജിനുള്ള ചാൻസ് ഉണ്ട്. ദർ ഈസ് എ ചാൻസ് ഓഫ് ഹൈ റേറ്റ് ഓഫ് റീസ്ട്രൈക്കും വോൾട്ടേജ് ആൻഡ് കറണ്ട് ചോപ്പിംഗ്. വോൾട്ടേജ് ആദ്യം ഉണ്ടാവുന്ന ട്രാൻസ്മിഷൻ വോൾട്ടേജിന് നമ്മൾ കുറച്ചാലും വീണ്ടും ഹൈ റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വീണ്ടും കൂടാനും കറണ്ട് ചോപ്പിങ്ങിനും കാരണമാകും. കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ആർക്കിനെ നിലനിർത്തിക്കൊണ്ട് കറണ്ടിനെ സീറോ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ആർക്കിങ്ങിലൂടെ നടക്കുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ സീറോ ആക്കാതെ തന്നെ ആർക്കിനെ ക്വെഞ്ച് ചെയ്ത് കളയും. അങ്ങനെ ആർക്കിനെ ക്വെഞ്ച് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു ചെറിയ കറണ്ട് അവിടെ ബാക്കിയുണ്ടാകും. ആ കറണ്ട് തന്നെ മതിയാവും വീണ്ടും വോൾട്ടേജ് റീസ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കറണ്ട് ഒറ്റയടിക്ക് കുറയുക, അല്ലെങ്കിൽ കറണ്ടിന് നമുക്കൊരു നോർമൽ ലെവലിൽ കുറയ്ക്കാതെ വോൾട്ടേജ് വീണ്ടും റീസ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ 2-3 സ്റ്റെപ്സിലേ നമുക്കിതിനെ കറണ്ടിനെ സീറോ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുക. കറണ്ടിനെ മുറിച്ചാണ് അവിടെ കറണ്ടിനെ സീറോ ആക്കുന്നത്. The air has relatively lower arc extinguishing properties than oil. സാധാരണഗതിയിൽ ഓയിലിനേക്കാളും ആർക്കിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എയറിന് ഒന്നുകൂടെ റിലേറ്റീവ്ലി കുറവാണ്. ഓയിലാണെങ്കിൽ ഒന്നും കൂടെ ആർക്ക് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കൂടുതലായിരിക്കും.